Hey, thanks, sir. Big help. Thank you. She must be taken to the hospital. What? എന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നത്? What you have to come with me, sir. ഏതായി സ്ഥലം? ഞങ്ങൾ എവിടെ കൊണ്ടുവന്നത്? Снимите с него. Свободно. Что вы здесь делаете? ഈ നാട്ടിൽ എന്താ ചെയ്യുന്നത്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇന്ത്യൻ എംബസിക്ക് ഫോൺ ചെയ്യേ. Почему самый опасный? ഹണിമൂണിന് വന്നതാണെങ്കിൽ പിന്നെ എന്തിനാ മാഫി നിങ്ങളുടെ പുറകെ നടക്കുന്നത്? И почему они украли у вас это? И что в этом порошке? ഈ പൗഡറിൽ എന്ത് രഹസ്യമാണോ? താങ്ക്സ് സർ. നേരെ പോയിന്റിലേക്ക് വന്നു അല്ലേ? നിങ്ങളുടെ നാട്ടിലെ സയന്റിസ്റ്റ് നിക്വസ്റ്റിനെ കണ്ടിട്ട് ഇതിൽ എന്താണ് പ്രശ്നം ചോദിക്കണം. നിക്വസ്റ്റ് മരിച്ച് 10 വർഷമായി. നീയും മുകളിലേക്ക് പോയേ പറ്റൂ അദ്ദേഹത്തെ കാണണമെങ്കിൽ. നിക്വസ്റ്റ് ഇപ്പോഴും ജീവനോടെ തന്നെയുണ്ട്. അതെനിക്കറിയാം. നിങ്ങൾ അയാളെ മറച്ചു വെച്ചിരിക്കുകയാണ്. നിങ്ങൾ ഇവിടെ വന്നത് മുതൽ വളരെ സെൻസിറ്റീവായ കാര്യങ്ങളാണ് അന്വേഷിക്കുന്നത്. ഇതുവരെ പോകുമെന്ന് നോക്കുമായിരുന്നു. ഇന്ത്യൻ എംബസി ഒഫീഷ്യൽ അശോകിനോടൊപ്പം ചേർന്ന് എന്തോ. അതിനും ഇതിന് എന്താണ് ബന്ധം? ഗൂഢാലോചന ഒന്നുമില്ല. ഞാൻ പറയുന്നത് മനസ്സിലാക്കി. ഞങ്ങൾ ഒരു ടൂറിസ്റ്റ് ആണ്. അയാളുടെ കാർ എങ്ങനെയാണ് പൊട്ടിത്തെറിച്ചത്? നിങ്ങൾ എന്തിനാ അവിടുന്ന് ഉടനെ? We didn't actually run away. Ashok is our friend. അശോകിനെ കൊന്നത് നമ്മളാണെന്ന് വരുത്തി ജയിലിലിട്ട് പറയുന്നത് കേൾക്കാതെ വെറുതെ എന്തിനാ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? നിക്വസ്റ്റ് ജീവനോടില്ലെന്ന് എന്തിനാണ് നിങ്ങൾ നുണ പറയുന്നത്? നിക്വസ്റ്റിനെ എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത്? 39 പ്ലേയേഴ്സിനെ രക്ഷിക്കാൻ നിങ്ങൾ ഇത്ര കഷ്ടപ്പെടുന്നില്ലേ? ഞങ്ങളുടെ നാട്ടില് 40 ലക്ഷം കുട്ടികൾ ദിവസവും ഈ വിഷമാണ് ഇപ്പോഴും കുടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പോയി ഞങ്ങളുടെ നാട്ടില് അടുത്ത തലമുറ തന്നെ നശിക്കും. അണുവായുധം പ്രയോഗിച്ച പോലെ എല്ലാം നശിച്ചു പോകും. ഇതെല്ലാം നടക്കാതെ തടുക്കണമെങ്കിൽ ഞങ്ങൾക്ക് ഉടനെ നിക്വസ്റ്റിനെ കണ്ടേ മതിയാവും. ഇതെല്ലാം നിങ്ങൾ മനസ്സ് വെച്ചാലേ നടക്കൂ. പ്ലീസ്, ഞങ്ങളുടെ കുട്ടികളുടെ മേൽ കരുണ കാട്ടണം. സോറി, ഈ തോക്ക് ഞാൻ നിങ്ങളെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി എടുത്തതല്ല. ഞാൻ പറയുന്നൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാൻ വേണ്ടി മാത്രമാണ് എടുത്തത്. സോറി. ജീവൻ എടുക്കാൻ വേണ്ടി നിങ്ങൾ ഇത് ഉപയോഗിച്ച് കാണും. പല പേരുടെ ജീവൻ രക്ഷിക്കാൻ ഇത് ഉപയോഗിക്കുകയാണ്. അത്രയേ ഉള്ളൂ. എന്നോട് ക്ഷമിക്കണം. ഇപ്പോൾ നീ ചെയ്തതിന് തീർച്ചയായും അനുഭവിക്കുമെന്ന്. നീ ഇത്ര മണ്ടനാണോ അയാളുടെ നേരെ തോക്ക് ചൂണ്ടാൻ വേണ്ടി? എങ്ങനെയുണ്ട് എന്റെ പെർഫോമൻസ്? കുറച്ച് ഓവർ ആക്ടിംഗ് അല്ലേ? ഇതാണ് ആക്ടിംഗ്. അതുള്ളിൽ നിന്നും വന്നതാ. അങ്ങനെയാണോ? Вставай! Hey, come on! What? Come on, get outside! Get out! Niquist? How is your father? I told him, you understand, you are also scientist like Ramachandran. Oh,
തന്റെ പണിയാണോ അത്? നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഒരു താടി ഒട്ടിച്ചോണ്ട് വരായിരുന്നു. Also, I lied to them. You have secrets to tell us. Now English, Russian. മിസ് ലേഡിയം, നമുക്ക് സംസാരിക്കാൻ 20 മിനിറ്റ് ടൈം തരുമെന്ന്. നിന്റെ അടുത്തുനിന്ന് എല്ലാ രഹസ്യങ്ങളും ചോദിച്ചറിഞ്ഞുവെന്ന്. പക്ഷെ ഇവൻ അത്ര പാവമൊന്നുമല്ല, റൗഡിയാണ്. ഇവനെ ലാബിൽ നിന്ന് വെളിയിലയക്കരുത്, സൂക്ഷിച്ചോണ്ടെന്നാണ് പറഞ്ഞത്. Карпов прислал этот порошок. കാർപ്പോ ആണ് ഇത് അയച്ചു തന്നത്. Неужели у вас... ഇതാണോ നിങ്ങളുടെ നാട്ടിൽ ഉപയോഗിക്കുന്നത്? അതെ. ഇതിലെന്തോ ഒരു പ്രശ്നമുണ്ടല്ലേ? എത്ര ടെസ്റ്റ് ചെയ്തിട്ടും ഇതിലുള്ള പ്രശ്നം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. എന്താണത്? ഈ പൗഡറിലിരിക്കുന്ന ആപത്ത് ഇന്ത്യയിൽ കണ്ടുപിടിക്കാൻ കഴിയാത്തതിന് കാരണം ഈ അയണൈസേഷൻ എൻഹാൻസർ ഇന്ത്യയിൽ ഇല്ലാത്തത് കൊണ്ടാണ്. ഇതിന്റെ ദൂഷ്യം കണ്ടുപിടിക്കാൻ വേറെ മാർഗമില്ല. Я все тщательно размешиваю и помещаю эту массу в спектрометр. Сейчас она разделена. ഇത് നോക്ക്, കെമിക്കൽസ് എല്ലാം ഇപ്പോൾ വേർതിരിച്ച് കാണാൻ കഴിയുന്നു. Неужели у вас... ഇതാണ് ആപത്തുള്ള സ്റ്റെറോയിഡ്. ഈ സ്റ്റെറോയിഡ്സിനും അത്ലറ്റ്സ് മരിച്ചതിനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഗോഡ്, ഇത് ഇത്ര ഡേഞ്ചറസ് ആണെന്ന് അറിഞ്ഞിട്ടും എന്തിനാണ് അത് അത്ലറ്റ്സിന് കൊടുത്തത്? Америка... ലോക ചരിത്രത്തിൽ അമേരിക്കയും റഷ്യയും എത്ര വലിയ ശത്രുക്കളായിരുന്നാലും അവരിതുവരെ നേരിട്ട് യുദ്ധം ചെയ്തിട്ടില്ല. അറ്റോമിക് റിസർച്ചിലും റോക്കറ്റ് ലോഞ്ചിലും പരസ്പരം മത്സരിക്കുകയായിരുന്നു. ഞങ്ങൾ നേരിട്ട് ഏറ്റുമുട്ടിയത് സ്പോർട്സിൽ മാത്രമായിരുന്നു. എങ്ങനെയെങ്കിലും വേൾഡ് ഗെയിംസിൽ അമേരിക്കയെ തോൽപ്പിച്ച് ഞങ്ങൾ നമ്പർ 1 ആകണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിരുന്നു. മിനിസ്റ്ററുടെ നേതൃത്വത്തിൽ ഒരു സമിതി രൂപീകരിച്ച് അത്ലറ്റ്സിന്റെ ട്രെയിനിങ് വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചിരുന്നു. മത്സരാർത്ഥികളുടെ പെർഫോമൻസ് മിനിസ്റ്ററിന് തൃപ്തികരമായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങളെ എല്ലാവരെയും ഡിസ്മിസ് ചെയ്യുമെന്ന് മിനിസ്റ്റർ ഭീഷണിപ്പെടുത്തിയിരുന്നു. വിജയിക്കുന്നതിനുള്ള ഒരേയൊരു മാർഗം അത്ലറ്റ്സിന് എല്ലാവർക്കും സ്റ്റെറോയിഡ് കൊടുക്കുക എന്നതായിരുന്നു. പക്ഷേ അത് നിയമത്തിനെതിരായിരുന്നു. ബ്ലഡ് ആൻഡ് യൂറിൻ ടെസ്റ്റിൽ കണ്ടുപിടിക്കാൻ കഴിയാത്ത വിധം സ്റ്റെറോയിഡ് കൊടുക്കണമായിരുന്നു. അതിനുള്ള ഒരു മാർഗം കണ്ടുപിടിച്ചു. അതാണ് ഈ ഫോർമുല. നിങ്ങളുടെ നാടിന്റെ പ്രശസ്തിക്ക് വേണ്ടിയായിരുന്നു ഈ ഫ്രോഡ്. ഇപ്പൊ ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് ആളുകളാണ് ഇതുകൊണ്ട് അപകടത്തിലായിരിക്കുന്നത്. ഇല്ല, ഇത് ഞങ്ങൾ ചെയ്തതല്ല. ഇത് കണ്ടുപിടിച്ചതിന്റെ അച്ഛനാണ്. മോസ്കോ യൂണിവേഴ്സിറ്റിയിൽ നിന്റെ അച്ഛൻ പ്രൊഫസറായിരുന്നു. നമ്പർ 1 ജനറ്റിക് സയന്റിസ്റ്റ്. മനുഷ്യരെയും മൃഗങ്ങളെയും വെച്ച് പലതരത്തിലുള്ള റിസർച്ചുകൾ അദ്ദേഹം ചെയ്തിരുന്നു. ഈ പ്രശ്നത്തിന് വേണ്ടി ഞങ്ങൾ അദ്ദേഹത്തെ പോയി കണ്ടിരുന്നു. ഞങ്ങളെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി ഒരു പുതിയ റിസർച്ച് നടത്തി ഒരു മാർഗം കണ്ടുപിടിച്ചു തന്നു. പശുക്കൾക്ക് എംബ്രിയോ ട്രാൻസ്പ്ലാന്റ് നടത്തി ജനറ്റിക് ഘടനകളെ മാറ്റി പുതിയ തരത്തിലുള്ള പശുക്കളെ അദ്ദേഹം ഉണ്ടാക്കിയിരുന്നു. ഈ സ്റ്റെറോയിഡ്സ് ആ പശുക്കൾക്ക് നൽകിയുടൻ അത് ദഹിച്ച് പാലായി പുറത്തു വരുമ്പോൾ അതിൽ ആ മരുന്നിന്റെ മുഴുവൻ ശക്തിയും ഉണ്ടായിരിക്കും. പക്ഷേ ഒരു ടെസ്റ്റിനും ഈ ലംഘിക്കപ്പെട്ട സ്റ്റെറോയിഡിനെ കണ്ടുപിടിക്കാൻ സാധിക്കില്ലെന്ന് രാമചന്ദ്രൻ ഉറപ്പുവരുത്തിയിരുന്നു. ഈ ജനറ്റിക്കലി മോഡിഫൈഡ് പാല് എല്ലാ അത്ലറ്റ്സിനും തുടർച്ചയായി കുടിക്കുവാൻ കൊടുത്തു. അതിന്റെ ഫലം ഉടനെ തന്നെ കണ്ടു. പതുക്കെ പതുക്കെ ഇവരുടെ പെർഫോമൻസ് വളരെയധികം മുന്നേറിയിരുന്നു. അന്ന് നിന്റെ അച്ഛനായിരുന്നു യഥാർത്ഥ ഹീറോ. ഞങ്ങൾ എല്ലാവരും അദ്ദേഹത്തെ അഭിനന്ദിച്ചു. 92-ൽ നടന്ന വേൾഡ് ഗെയിംസിൽ പുതിയൊരു ഉണർവോടെയാണ് ഞങ്ങൾ പങ്കെടുത്തത്. ഞങ്ങളുടെ അത്ലറ്റ്സ് എല്ലാം പല ഇനങ്ങളിലായി പുതിയ റെക്കോർഡുകൾ നേടിയെടുത്തിരുന്നു. ഗോൾഡ് മെഡലുകൾ വാരിക്കൂട്ടി. അമേരിക്കയെ മാത്രമല്ല, എല്ലാ നാടിനെയും കടത്തിവെട്ടി നമ്പർ 1 ആയി തീർന്നിരുന്നു. ഈ നാട്ടിലുള്ള ഓരോരുത്തരും ഞങ്ങളുടെ ഈ വിജയത്തെ വളരെ ആഘോഷത്തോടു കൂടിയാണ് എതിരേറ്റത്. ആ അത്ലറ്റ്സ് എല്ലാവർക്കും നെർവസ് ബ്രേക്ക് ഡൗൺ, മെന്റൽ ഡിസോർഡർ വന്നതിന് ശേഷമാണ് നിങ്ങൾക്ക് അതിന്റെ സൈഡ് എഫക്ട്സിനെ പറ്റി അറിഞ്ഞത്, റൈറ്റ്? Да. അതെ, ഇങ്ങനെ കള്ളത്തരം കാണിച്ചാണ് വിജയിച്ചതെന്ന് പുറം ലോകം അറിഞ്ഞു കഴിഞ്ഞാൽ ജയിച്ച മെഡൽസ് എല്ലാം തിരിച്ചു വാങ്ങും. അടുത്ത പല വർഷങ്ങളിൽ വേൾഡ് ഗെയിംസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയാത്ത വിധം വിലങ്ങും നൽകുന്നതാണ് എ നാഷണൽ ഷെയിം. ഈ പ്രശ്നത്തിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ ഈ രോഗം ബാധിച്ചിരിക്കുന്ന എല്ലാ അത്ലറ്റ്സിനെയും ലോകത്തിന്റെ കൺമുൻപിൽ നിന്നും ഒളിപ്പിക്കണം. ഞങ്ങളുടെ 10th ഇൻഡിപെൻഡന്റ് ആഘോഷത്തിൽ വെച്ച് 92-ൽ മെഡൽ നേടിയ എല്ലാവരെയും ആദരിക്കുന്നു എന്ന് പറഞ്ഞ് എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു. കാർപ്പോ ഒരു ക്രൂരമായ തീരുമാനമെടുത്തു. അത്ലറ്റ്സിനെ എല്ലാവരെയും ഹെലികോപ്റ്ററിൽ കയറ്റി അവരെ കൊന്ന് എല്ലാ സത്യത്തെയും മറയ്ക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ സമ്മതിച്ചില്ല. തർക്കിച്ചു, എതിർത്ത് നിന്നു. അവരെ മെഡിക്കൽ റിസർച്ചിൽ ഉപയോഗിക്കാമെന്ന് പറഞ്ഞ് ഈ ആർമി ഹോസ്പിറ്റലിൽ രഹസ്യമായി കൂട്ടിക്കൊണ്ടുവന്ന് ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണ്. ആർക്കും തെറ്റില്ലാത്ത ഒരു ഐഡിയ ഞാൻ പറഞ്ഞു. അത്ലറ്റ്സിന് പകരം 39 മരിച്ച അനാഥരെ ഹെലികോപ്റ്ററിൽ കയറ്റി. എല്ലാ അത്ലറ്റ്സും മരിച്ചുപോയി എന്ന് വരുത്തി തീർക്കുവാൻ നേരത്തെ പ്ലാൻ ചെയ്തതുപോലെ ഹെലികോപ്റ്ററിനെ തകർക്കുകയായിരുന്നു. ഞാനും ആ ക്രാഷിൽ മരിച്ചതായി വരുത്തി തീർത്ത് എന്നെ ഇവിടെ കാർലോ ഒളിച്ച് താമസിപ്പിക്കുകയാണ്.
അതിൽ 28 പേരെ ഇപ്പോൾ ജീവനോടെ ഉള്ളൂ. അപ്പൊ അവർക്ക് ഇവിടെയാണുള്ളത്. എനിക്ക് അവരെ കാണണം. നോ, കാർപോയ്ക്കും 3 ടോപ്പ് ഒഫീഷ്യൽസിന് മാത്രമേ ഈ രഹസ്യങ്ങളൊക്കെ അറിയൂ. 10 വർഷമായി രഹസ്യമായി താമസിപ്പിച്ചിരിക്കുന്നവരെ കാണുവാൻ കാർപോക് നിങ്ങളെ അനുവദിക്കുമെന്ന് തോന്നുന്നില്ല. കൊന്നുകളയും. നീ എന്ത് ചെയ്തിട്ടാണ് അവൻ നിന്നെ ഇത്രയും നേരം ജീവനോടെ വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അർജന്റായിട്ട് ടോയ്ലറ്റ് എവിടെയാണെന്ന്. Belongs to what? ഓക്കെ. Это больше проблематично. О боже. നീ എന്തിനാ ഇവിടെ വന്നേ? Что ты делал? നിങ്ങൾക്കൊന്നും കുറ്റബോധമില്ലേ? എപ്പോഴാ മരിക്കേണ്ടവർ? ഇവിടെ ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ട്രീറ്റ്മെന്റ് മൂലമാണ് ഇത്രയെങ്കിലും ജീവനോടെ ഇരിക്കുന്നത്. ഈ പേപ്പേഴ്സ് നിങ്ങളുടെ സയന്റിസ്റ്റിന് കൊടുക്കണം. ഈ രോഗികളെ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് ഇതിലുണ്ട്. ഓക്കെ. ആരുടെയും കണ്ണിൽ പെടണ്ട. വേഗം വാ. വാ. Check these dead or what? 这个没有干的，я хочу узнать，是的，你不是。